ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചായക്കൊപ്പൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. 250 ml കപ്പിലാണ് 2 കപ്പ് റവ എടുക്കുന്നത്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് ഒരുപാടൊന്നും പൊടിഞ്ഞിട്ടില്ല, ചെറിയ തരിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുക്കാം, ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കാം കേട്ടോ, വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച അളവാണ് 1/2 കപ്പ് പറയുന്നത്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ ചേർത്താലും മതിയാകും. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലും ഈ തൈരും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വരണം. ഇതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റവ കൊണ്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി റവ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഈ റവ മുഴുവനായിട്ട് കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും, കുഴപ്പമില്ല. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തും നല്ല ടൈറ്റായിട്ട് ഒന്നും കൂടി ടൈറ്റായിട്ടാണ് വരിക. അപ്പോൾ കുഴപ്പമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റവ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടോ, കുറച്ചുകൂടി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1/2 കപ്പിനിൽ ഒരു ടേബിൾ സ്പൂൺ അധികം ഉണ്ട്. ഞാൻ 3/4 കപ്പും ഇല്ല, അത്രയും പാലെടുത്തിട്ടുണ്ട്. പാൽ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന റവയുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് പാലിന് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. 1 കപ്പ് റവ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതിയാകും. കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാൽ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പിന്നെ റവ കൊണ്ടുണ്ടാക്കുന്ന കേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടാണ് ആദ്യം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും റവ ചേർക്കുന്ന സമയത്ത് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മൈദയൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് 1 ടീസ്പൂണൊക്കെ ധാരാളമാണ്, അത്രയും മതി. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെയാണ്, ഒരുപാട് ലൂസായി പോകരുത്, ഇത്രയും ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് തയ്യാറാക്കുന്നത്. ഏതൊരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് ഓയിലൊഴിച്ച് എല്ലായിടും ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ സമയം തന്നെ നമ്മൾ ഒരു ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ സെറ്റപ്പ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
സാധാരണ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ചെമ്പട്ടിയിലാണ് കേട്ടോ. നമുക്ക് ഓവനൊന്നുമില്ല. അപ്പോൾ ചെമ്പട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണ്. നമുക്ക് ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ചെമ്പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം തോല് കളഞ്ഞ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. തോലുണ്ടെങ്കിലും കുഴപ്പമില്ല. നട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പച്ച മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത്. കളർഫുള്ളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട് പാത്രത്തിന്. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എനിക്കിത് മൊത്തം ഒരു 50 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തിരുന്നത്. നിങ്ങളെടുക്കുന്ന പാത്രത്തിനും നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും അനുസരിച്ചായിരിക്കും കുക്കിംഗ് ടൈം വരിക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും പിന്നീട് ലോ ഫ്ലെയിമിലാണ് ബാക്കി സമയവും നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമൊക്കെ നല്ല കണ്ടോ കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് കുത്തി കാണിക്കാം. നന്നായിട്ടിത് ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂട് അടിയിലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ചൂടാറിയിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകാനും പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ നീക്കം ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർ ഈ വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.